നമസ്കാരം. കേരള ന്യൂസ് 60 വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ വാർത്തകൾക്ക് നിങ്ങൾക്ക് ലൈവായിട്ട് ലഭിക്കുകയുള്ളൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം രേഖപ്പെടുത്താനും മറന്നു പോകരുത്. വാർത്തയിലേക്ക്. BJP കേരളം പിടിക്കാൻ വേണ്ടി നടക്കുകയാണല്ലോ. 2026 ഞങ്ങൾ കേരളം പിടിക്കും എന്നാണ് അവർ പറയുന്നത്. രാജ്യത്ത് നടക്കുന്ന ക്രൈസ്തവ പീഡനങ്ങൾക്കെതിരെ അരുതെന്ന് പറയാതെയാണ് ഇവിടെ വന്ന് ഇമാതിരി തെമ്മാടിത്തരം കാണിക്കുന്നത് BJP എന്ന മട്ടിൽ തന്നെ ഇന്ന് ദീപിക ദിനപത്രം BJPക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഒരു മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട്. ഞാൻ ആ മുഖപ്രസംഗം ഒന്ന് വായിക്കാം. ഇങ്ങനെയാണ് തലക്കെട്ട്: വേട്ടക്കാരന് കൈയടിച്ച് ഇരയെ തലോടുകയോ? രാജ്യത്ത് നടക്കുന്ന ക്രൈസ്തവ പീഡനങ്ങളോട് അരുതെന്ന് പറയാതെയാണ് 2026 കേരളത്തിൽ ഭരണം പിടിക്കാൻ BJP കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത്. അതിനായി ക്രൈസ്തവരെ കൂടെ കൂട്ടാൻ പദ്ധതിയിടുന്നതും. പിന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ലേഖനം പോകുന്നു. കേന്ദ്രവും ഭൂരിപക്ഷം സംസ്ഥാനങ്ങളും ഭരിക്കുന്ന BJPയുടെ നയങ്ങളിലെ ഇരട്ടത്താപ്പ് അങ്ങേയറ്റം അപമാനകരമാണ്. ഗോവയിലും കേരളത്തിലും അടക്കം ക്രൈസ്തവർ നിർണായക ശക്തിയായ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവരോടൊപ്പം എന്ന പ്രതീതി ജനിപ്പിക്കുന്ന BJP ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഒഡീഷയിലും മഹാരാഷ്ട്രയിലും അരങ്ങേറുന്ന ക്രൈസ്തവ പീഡനങ്ങൾക്ക് ഒത്താശക്കാരായി നിലകൊള്ളുന്നു. ഏറ്റവും ഒടുവിലെ ഉദാഹരണം മഹാരാഷ്ട്രയിൽ നിന്നാണ്. കത്തോലിക്ക വൈദികർക്കും മിഷണറിമാർക്കുമെതിരെ ആക്രമണം നടത്തുന്നവർക്ക് 3 ലക്ഷം രൂപ മുതൽ 11 ലക്ഷം വരെ പാരിതോഷികം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ BJP MLA ഗോപി ചന്ദ് പതൽക്കർ. സംസ്ഥാനത്ത് കർശനമായ മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവരുമെന്ന് BJP സർക്കാരിലെ റവന്യൂ മന്ത്രിയും പ്രഖ്യാപിച്ചു. ഇതോടെ മഹാരാഷ്ട്രയിൽ ക്രൈസ്തവ വിശ്വാസികൾ കടുത്ത ആശങ്കയിലും ഭയത്തിലുമായി കഴിഞ്ഞു. വർഗീയതയും ന്യൂനപക്ഷ വിരുദ്ധതയും ആളിക്കത്തിച്ച് നേട്ടം കൊയ്യാൻ BJP വെട്ടിത്തെളിക്കുന്ന പുതുവഴികളിൽ അവസാനത്തേതാണ് മഹാരാഷ്ട്രയിൽ കാണുന്നത്. രാജ്യത്ത് തീർത്തും ന്യൂനപക്ഷമായ ക്രൈസ്തവരെ ഭയചകിതരാക്കി എന്തു നേട്ടമുണ്ടാക്കാമെന്നാണ് BJPയും സംഘപരിവാറും കണക്ക് കൂട്ടുന്നതെന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകുന്നില്ല. സാമൂഹിക സേവനത്തെ മതപരിവർത്തനമെന്ന ആയുധമാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഭൂരിപക്ഷ വർഗീയതയെ ആളിക്കത്തിക്കാമെന്ന അജണ്ട മാത്രമാകും ഇവർക്ക് മുന്നിലുള്ളത്. ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലുമെല്ലാം പരീക്ഷിച്ച് വിജയിച്ച കിരാത മതപരിവർത്തന നിരോധന നിയമം രാഗിമിനുക്കി മഹാരാഷ്ട്രയിലും നടപ്പാക്കാൻ നീക്കം തുടങ്ങിക്കഴിഞ്ഞു. മഹാരാഷ്ട്രയിൽ വ്യാപകമായി നിർബന്ധിത മതപരിവർത്തനങ്ങൾ നടക്കുന്നുവെന്ന ചില MLAമാരുടെ ആരോപണങ്ങളാണ് പുതിയ നീക്കങ്ങൾക്ക് പിന്നിൽ. സംസ്ഥാനത്തെ എല്ലാ ആദിവാസി മേഖലകളിലും നിർബന്ധിച്ചും സ്വാധീനിച്ചുമുള്ള മതം മാറ്റം നടക്കുന്നുണ്ടെന്ന് സഞ്ജയ് കുട്ടെ MLA നിയമസഭയിൽ പറഞ്ഞു. മതപരിവർത്തനത്തെ കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ധുലെ, നന്ദർബാർ ജില്ലകളിൽ അനധികൃത പള്ളി നിർമ്മാണങ്ങൾ വ്യാപിക്കുന്നുണ്ടെന്ന് അനൂപ് അഗർവാൾ MLA ആരോപിച്ചു. ഇതിന് മറുപടിയായി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ റവന്യൂ മന്ത്രി ചന്ദ്രശേഖർ ഭവൻകുലെയാണ് സംസ്ഥാനത്ത് കർശനമായ മതപരിവർത്തന നിരോധന നിയമം നടപ്പിലാക്കാൻ ഒരുങ്ങുന്നുവെന്ന് അറിയിച്ചത്. അനധികൃത നിർമ്മാണത്തെക്കുറിച്ച് ഡിവിഷണൽ കമ്മീഷണർ അന്വേഷണം നടത്തും. അന്വേഷണം കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ അനധികൃത പള്ളികൾ പൊളിച്ചു മാറ്റുമെന്നും മന്ത്രി പറഞ്ഞു. ഇതിന് പിന്നാലെയാണ് ഗോപി ചന്ദ് പതൽക്കർ MLA കത്തോലിക്ക വൈദികർക്കും മിഷണറിമാർക്കുമെതിരെ ആക്രമണം നടത്തുന്നവർക്ക് പാരിതോഷികം വാഗ്ദാനം ചെയ്തത്. മഹാരാഷ്ട്രയിൽ 1321 മുതൽ ക്രൈസ്തവ സാന്നിധ്യമുണ്ടെന്ന് ചരിത്ര രേഖകളിലുണ്ട്. പ്രശസ്തമായ ബോംബെ അതിരൂപത സ്ഥാപിതമായത് 1886-ലാണ്. 140-ാം വർഷത്തിലെത്തിയ ഈ അതിരൂപതയുടെ പ്രവർത്തനങ്ങളിൽ എന്ത് ക്രമവിരുദ്ധതയാണ് ഇപ്പോൾ BJP സർക്കാർ കാണുന്നത്? 1988-ലാണ് മഹാരാഷ്ട്രയിൽ സീറോ മലബാർ സഭയുടെ കല്യാൺ രൂപത സ്ഥാപിതമായത്. 3.5 പതിറ്റാണ്ട് പിന്നിട്ട കല്യാൺ രൂപതയുടെ പ്രവർത്തനങ്ങളിലും നാളിതുവരെ ആരോപണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അനധികൃതമായി പള്ളികൾ നിർമ്മിക്കുക എന്നത് കത്തോലിക്ക സഭയുടെ അജണ്ടയിലുള്ള പ്രവൃത്തിയല്ല. മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങൾ ഉൾപ്പെടെ ആരെങ്കിലും നിയമവിരുദ്ധമായി കെട്ടിടങ്ങൾ പണിയുകയോ നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തുകയോ ചെയ്താൽ അത് തടയാനും കുറ്റക്കാരെ ശിക്ഷിക്കാനും നിലവിൽ തന്നെ നിയമങ്ങളുണ്ട്. അതുപോലെയും പല സംസ്ഥാനങ്ങളിലും വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്ന മതപരിവർത്തന നിരോധന നിയമം കൂടുതൽ കർശനമായി നടപ്പാക്കണമെന്നും വാശി പിടിക്കുന്നത് മറ്റെന്തൊക്കെയോ ലക്ഷ്യങ്ങൾ വെച്ചാണെന്ന് സംശയിച്ചാൽ കുറ്റപ്പെടുത്താനാകില്ല. രാജ്യത്ത് നടക്കുന്ന ക്രൈസ്തവ പീഡനങ്ങളുടെ കണക്കുകൾ, ഒഡീഷയിലുണ്ടായ അതിക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ ജൂൺ 4-ന് ഞങ്ങൾ മുഖപ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. BJP അധികാരത്തിലെത്തിയ 2014 മുതൽ 2024 വരെ ക്രൈസ്തവർക്കെതിരെ 4316 അക്രമ സംഭവങ്ങൾ ഉണ്ടായതായാണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ റിപ്പോർട്ട്. 2024 മാത്രം
834 ആക്രമണങ്ങൾ. നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ 2014 ഇത് 127 ആയിരുന്നു. കഴിഞ്ഞ ഓഗസ്റ്റ് 9 ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് അനുസരിച്ച് ഉത്തർപ്രദേശിൽ മാത്രം 2020 നവംബർ മുതൽ 2024 ജൂലൈ 31 വരെ മതപരിവർത്തനം ആരോപിച്ച് പോലീസ് 835ലധികം എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തു. 1682 പേർ അറസ്റ്റിലായി. ഇതിൽ 4 കേസുകളിൽ മാത്രമേ ഇതുവരെ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. മതപരിവർത്തന നിരോധന നിയമത്തിന്റെ ദുരുപയോഗത്തിന് ഇതിൽ പരം തെളിവുകൾ ആവശ്യമുണ്ടോ? ഇത്തരത്തിൽ രാജ്യത്ത് നടക്കുന്ന ക്രൈസ്തവ പീഡനങ്ങളോട് അരുതെന്ന് പറയാതെയാണ് 2026 കേരളത്തിൽ ഭരണം പിടിക്കാൻ BJP കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത്. അതിനായി ക്രൈസ്തവരെ കൂടെ കൂട്ടാൻ പദ്ധതിയിടുന്നതും ആദ്യം ഈ ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കൂ, ന്യൂനപക്ഷങ്ങളോടുള്ള സമീപനങ്ങളിൽ വ്യക്തത വരുത്തൂ എന്നാണ് ദീപിക ദിനപത്രത്തിന്റെ മുഖപ്രസംഗത്തിൽ പറയുന്നത്. ഈ മുഖപ്രസംഗം സത്യത്തിൽ അമിത്ഷാക്കെതിരെയാണ്, രാജീവ് ചന്ദ്രശേഖറിനെതിരാണ്, അതുപോലെ തന്നെ സുരേഷ് ഗോപിക്കെതിരാണ്, PC ജോർജിനെതിരാണ്, ഷോൺ ജോർജിനെതിരാണ്, അങ്ങനെ പലർക്കും എതിരാണ്. സത്യത്തിൽ നമ്മുടെ രാജ്യത്ത് ക്രൈസ്തവർ വലിയ രീതിയിലുള്ള പീഡനമാണ് അനുഭവിക്കുന്നത് എന്നുള്ള കാര്യം പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. നമ്മൾ ജബൽപൂരിൽ കണ്ടു, അതുപോലെ തന്നെ പലയിടങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ക്രൈസ്തവർ സംഘപരിവാരങ്ങളുടെ പല രീതിയിലുള്ള ആക്രമണങ്ങൾക്കും ഒക്കെ വിധേയരാകുന്ന കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തുടനീളമുള്ള പല പള്ളികളും സംഘപരിവാരങ്ങൾ തകർക്കുന്നു, ബജ്റംഗ് ദൾ തകർക്കുന്നു, VHP തകർക്കുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ സംഘപരിവാർ സംഘടനകളൊക്കെ വട്ടമിട്ട് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്ന കാഴ്ച നമ്മൾ കാണുമ്പോഴും, മണിപ്പൂരിൽ പള്ളികൾ അടക്കം തീട്ടുകൊണ്ട് സംഘപരിവാരങ്ങൾ അഴിഞ്ഞാടുമ്പോഴും ഒക്കെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരക്ഷരം മിണ്ടുന്നില്ല എന്നുള്ളതാണ്. നോക്കൂ, ഇപ്പോൾ കേരളം പിടിക്കാൻ 2026 ഞങ്ങൾ കേരളം പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് BJP കളത്തിൽ ഇറങ്ങുമ്പോഴും, ഇന്നലെ അമിത്ഷാ പങ്കെടുത്ത പരിപാടിയിൽ പോലും ക്രൈസ്തവർക്ക് എതിരായിട്ടുള്ള ആക്രമണത്തിനെതിരെ ഒരക്ഷരം മിണ്ടുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് വലിയ തോതിൽ തന്നെ വോട്ടുണ്ട് എന്ന് കാണുമ്പോൾ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്താനുള്ള ഒരു ശ്രമമാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്രിസംഖികളെയൊക്കെ കൂടെ നിർത്തിക്കൊണ്ട് സംഘപരിവാറിന്റെ വിത്തിട്ട് മുളപ്പിക്കാൻ വേണ്ടിയാണ് ഇവർ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. പക്ഷേ അതൊക്കെ ക്രൈസ്തവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഓർക്കുന്നില്ലേ, കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെയൊക്കെ ചേർത്ത് നിർത്താൻ വേണ്ടി AN രാധാകൃഷ്ണൻ മലയാറ്റൂർ മല ഓടിക്കയറിയതും അവസാനം അത് പ്രഹസനമായി മാറിയതുമൊക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ എത്രയെത്ര സംഭവങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. സ്നേഹ യാത്ര എന്നൊക്കെ പറഞ്ഞ് ക്രൈസ്തവ ഭവനങ്ങൾ കയറിയിറങ്ങി, അരമനകൾ കയറിയിറങ്ങി ഫോട്ടോഷൂട്ട് നടത്തിയ നമ്മുടെ BJP നേതാക്കളെയും നമ്മൾ മറന്നിട്ടില്ല. ആ സമയത്തൊക്കെ രാജ്യത്തുടനീളം ക്രൈസ്തവർ വേട്ടയാടപ്പെടുകയായിരുന്നു എന്നത് മറ്റൊരു പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. ക്രൈസ്തവർ വലിയ തോതിൽ തന്നെ ഇത്തരത്തിൽ സംഘപരിവാരങ്ങളുടെ ആക്രമണത്തിന് വിധേയരാകുമ്പോഴും, നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തുമ്പോഴും ഒക്കെ അത്തരത്തിലൊന്നും ഇവിടെ നടക്കുന്നില്ല എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട്, ക്രൈസ്തവർ അരക്ഷിതരല്ല എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ചില ക്രിസംഖിമാർ രംഗത്തേക്ക് വന്ന് ഇത്തരം സത്യങ്ങൾ മൂടിവെക്കാൻ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും ആ സത്യങ്ങൾ കാട്ടുതീ പോലെ ഇതുപോലെ ആളി കത്തുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണുകയാണ്. 2026 കേരളം പിടിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറും ഗ്യാങ്ങും ആദ്യം തന്നെ ഈ നാട്ടിലെ ക്രൈസ്തവരോടാണ് നിങ്ങൾ മാപ്പ് പറയേണ്ടത് എന്ന് പറഞ്ഞു വെക്കുകയാണ്. ജബൽപൂരിൽ നമ്മുടെ മലയാളി കൂടിയായിട്ടുള്ള വൈദികർക്ക് ആക്രമണം നേരിടേണ്ടി വന്നപ്പോൾ, സംഘപരിവാരങ്ങൾ അവരെ ആക്രമിച്ചപ്പോൾ അവരെ ഒന്ന് ആശ്വസിപ്പിക്കാനോ അല്ലെങ്കിൽ അതിനെതിരെ ശബ്ദമുയർത്താനോ കേരളത്തിന്റെ BJP അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറിന് കഴിഞ്ഞില്ല എന്നത് മാത്രമല്ല, കേരളത്തിൽ നിന്നുള്ള BJP MP കൂടിയായിട്ടുള്ള സുരേഷ് ഗോപിക്കും കഴിഞ്ഞിട്ടില്ല എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തിന്, സഭയിൽ പോലും ഇത്തരം വിഷയങ്ങൾ ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ പോലും ആ വിഷയത്തിൽ വ്യക്തമായ സ്റ്റാൻഡ് പറയാൻ എന്തായാലും BJP നേതാക്കൾക്ക് കഴിയുന്നില്ല. എന്തായാലും 2026 നിയമസഭാ ഇലക്ഷനിൽ ക്രൈസ്തവരെ പോക്കറ്റിലിട്ടുകൊണ്ട്, ക്രൈസ്തവരെ സോപ്പിട്ടുകൊണ്ട് കുറച്ച് സീറ്റുകൾ ഒപ്പിക്കാൻ കഴിയും എന്നാണ് കരുതിയിരിക്കുന്നതെങ്കിൽ എന്തായാലും ക്രൈസ്തവർ എല്ലാം മനസ്സിലാക്കുന്നുണ്ട് എന്ന് ഏറെക്കുറെയൊക്കെ ഇപ്പോൾ BJP അധ്യക്ഷനും സംഘത്തിനും സംഘ പരിവാരങ്ങൾക്കും ഒക്കെ മനസ്സിലായി കാണും എന്ന് കരുതുന്നു എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.